എടിഎമ്മുകളിൽ നിന്ന് ഇന്നു മുതൽ ദിവസം 4500 രൂപ പിൻവലിക്കാം. എന്നാൽ പിൻവലിക്കാവുന്ന തുകയുടെ പരിധി ഉയർത്തിയെങ്കിലും രാജ്യത്തെ 70% എടിഎമ്മുകളിലും ഇപ്പോഴും ആവശ്യത്തിന് പണം എത്തിക്കാൻ റിസർവ് ബാങ്കിന് ആയിട്ടില്ല. അതേസമയം ഭവന വാഹന വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ബാങ്ക് മേധാവികളുടെ യോഗത്തിൽ ധാരണയായി. ഇന്നു മുതൽ എടിഎമ്മുകളിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയുടെ പരിധി 4500 രൂപയായി ഉയർത്തിയിരുന്നു. എന്നാൽ ആവശ്യത്തിന് എടിഎമ്മുകൾ പ്രവർത്തന സജ്ജമല്ലാത്തതും പണമില്ലാത്തതും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ദില്ലിയടക്കം രാജ്യത്തെ പ്രധാന നഗര കേന്ദ്രങ്ങളിൽ പോലും എടിഎമ്മുകളിൽ പണമില്ല. പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകൾ എല്ലാം ഇന്ന് അവധിയാണ്. അതിനാൽ നാളെ മാത്രമേ എടിഎമ്മുകൾ പൂർണ്ണമായി പ്രവർത്തിക്കൂ. പിൻവലിക്കാവുന്ന തുകയുടെ പരിധി റിസർവ് ബാങ്ക് ഉയർത്തിയെങ്കിലും ഇതിന് അനുസൃതമായി എടിഎമ്മുകളിൽ സാങ്കേതിക മാറ്റം വരുത്തിയിട്ടുമില്ല. ഇതും പ്രശ്നം ഗുരുതരമാക്കുന്നു. അതേസമയം നോട്ട് മാറ്റം വന്നതിനു ശേഷം ബാങ്ക് നിക്ഷേപങ്ങളിൽ വർധനവുണ്ടായതായി ബാങ്ക് ഉടമകൾ വ്യക്തമാക്കി. അതിനാൽ വാഹന ഭവന വായ്പകളുടെ പലിശ കുറയ്ക്കാൻ ബാങ്ക് ഉടമകളുടെ യോഗത്തിൽ ധാരണയായി. 2 ദിവസത്തിനു ശേഷം ഇക്കാര്യത്തിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് സൂചന. കോർപ്പറേറ്റുകൾക്ക് നൽകിയ കടങ്ങൾ എഴുതിത്തള്ളിയതിനെ തുടർന്ന് നഷ്ടത്തിലായ ബാങ്കുകളെ രക്ഷിക്കാനാണ് നോട്ട് മാറ്റം എന്ന ആരോപണവും ശക്തമാണ്. ഇത് ശരിവയ്ക്കുന്നതാണ് ബാങ്ക് ഉടമകളുടെ യോഗത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. സമാജ്വാദി പാർട്ടിയിൽ പൊട്ടിത്തെറി. മുലായം സിംഗിനെ മാറ്റി അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. രാംഗോപാൽ യാദവ് ലക്നൌവിൽ വിളിച്ചു ചേർത്ത കൺവെൻഷനിലാണ് പുതിയ നീക്കം നടന്നത്. അമർ സിംഗിനെ പുറത്താക്കാനും നിർദ്ദേശം. തീരുമാനം ഭരണഘടനാ വിരുദ്ധമെന്ന് മുലായം സിംഗ്. എന്നാൽ ഈ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന് നേതാക്കൾക്ക് മുലായം സിംഗ് കത്തുമുഖേന മുന്നറിയിപ്പും നൽകിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഉദ്യോഗഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പിളർപ്പിന്റെ വക്കിലേക്കാണ് HP എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സോമി, സമാജ്വാദി പാർട്ടി അതിന്റെ 35 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ തലവനും പരമോന്നത നേതാവുമായ മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ന് അഖിലേഷ് യാദവും രാംഗോപാൽ യാദവും ലക്നൌവിൽ കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. ഈ കൺവെൻഷനിൽ വെച്ച് നിലവിലെ ദേശീയ അധ്യക്ഷൻ മുലായം സിംഗ് യാദവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അഖിലേഷ് യാദവിനെ ദേശീയ അധ്യക്ഷനായി കൺവെൻഷൻ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതുകൂടാതെ സംസ്ഥാന അധ്യക്ഷനായ ശിവപാൽ യാദവിനെയും തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. പാർട്ടിയിലെ അഖിലേഷ് യാദവിന്റെ ശത്രുപക്ഷത്തുള്ള അമർ സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കുന്ന, പാർട്ടി പിടിച്ചെടുക്കുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഖിലേഷ് യാദവും രാംഗോപാലും ചേർന്ന് പാർട്ടി അക്ഷരം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എങ്കിൽ കൂടിയും ഈ കൺവെൻഷനെ മുലായം സിംഗ് യാദവ് അംഗീകരിച്ചിട്ടില്ല. ഈ കൺവെൻഷൻ ഭരണഘടനാ ലംഘനം, പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് എതിരാണെന്നും അതുകൊണ്ട് ഈ മുതിർ നേതാക്കൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കരുത് എന്നുമുള്ള നിർദ്ദേശം രേഖാമൂലം തന്നെ മുലായം സിംഗ് യാദവ് രാവിലെ നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശവും താക്കീതുമെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ടാണ് ബഹുഭൂരിപക്ഷ നേതാക്കളും അഖിലേഷ് യാദവിന്റെ കൺവെൻഷനിൽ പങ്കെടുക്കുകയും അഖിലേഷ് യാദവിന്റെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ഇപ്പോൾ ശിവപാൽ യാദവും മുലായം സിംഗ് യാദവും ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ചെറിയ ന്യൂനപക്ഷമായി മാത്രം മുലായം സിംഗ് യാദവ് വിഭാഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മുലായം സിംഗിനെ എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും മുലായം സിംഗിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളത് നിശ്ചയിക്കപ്പെടുന്നത്. ഒന്നുകിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പാർട്ടിയിൽ തുടരേണ്ടി വരും, അതല്ലെങ്കിൽ അഖിലേഷ് യാദവ് പക്ഷത്തിന്റെ ഇന്നത്തെ കൺവെൻഷൻ അംഗീകരിക്കാതെ നിലവിൽ മറ്റൊരു വിഭാഗമായി അല്ലെങ്കിൽ പാർട്ടി വ്യക്തമായും പിളർത്തിക്കൊണ്ട് മുലായം സിംഗ് പക്ഷത്തിന് നിലയുറപ്പിക്കേണ്ടി വരും. അത്തരത്തിലുള്ള 2 സാധ്യതകളാണുള്ളത്. അഖിലേഷ് യാദവ് വ്യക്തമാക്കുന്നത് മുലായം സിംഗ് തന്നെയാണ് പാർട്ടിയിലെ പരമോന്നത നേതാവ്. അതുകൊണ്ട് മുലായം സിംഗിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നു. അവരോടാണ് ശത്രുത എന്നുള്ള കാര്യം അഖിലേഷ് യാദവ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അഖിലേഷ് യാദവിന്റെ ഒരു തീരുമാനപ്രകാരം മാർഗദർശക പോലുള്ള ഉയർന്ന പദവികൾ മുലായം സിംഗിന് നൽകി ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എം സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. നോട്ടുമാറ്റത്തിന് ശേഷമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തീയതികൾ ജനുവരി 4-ന് പ്രഖ്യാപിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കം 5 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങൾ, പഞ്ചാബിലെ 117 സീറ്റുകൾ തുടങ്ങി നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്കാണ് പുതുവർഷത്തിൽ രാജ്യം കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ഇതുപ്രകാരം ജനുവരി 4-ന് ബുധനാഴ്ച തീയതികൾ പ്രഖ്യാപിക്കും. പെരുമാറ്റച്ചട്ടം എപ്പോൾ വേണമെങ്കിലും ഏർപ്പെടുത്തേണ്ടി വരുമെന്നറിയിച്ച് കഴിഞ്ഞയാഴ്ച കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരാഖണ്ഡ്,
BJP ഭരിക്കുന്ന ഗോവ, സമാജ്വാദി സർക്കാരുള്ള ഉത്തർപ്രദേശ്, ശിരോമണി അകാലിദളിന്റെ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. നോട്ടുമാറ്റ ദുരിതം തീർക്കാനെന്ന പേരിൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ആപ്പിന് അംബേദ്കറുടെ പേരിട്ടത് ഉത്തർപ്രദേശിലെ BSPയുടെ പിന്നോക്ക വിഭാഗ വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെ. കള്ളപ്പണവേട്ട എന്ന പേരിൽ പ്രഖ്യാപിച്ച നോട്ടുമാറ്റത്തോടുള്ള പ്രതികരണം എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പിലൂടെ അറിയാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ ചൂണ്ടിക്കാട്ടി ജനം ഒപ്പമുണ്ടെന്ന് BJPയും ദുരിതമനുഭവിച്ചവർ കേന്ദ്ര സർക്കാരിനെതിരെ വിധിയെഴുതുമെന്ന് പ്രതിപക്ഷ പാർട്ടികളും കരുതുന്നു. നോട്ടുമാറ്റത്തോടുള്ള ജനകീയ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പ് ഫലം. ജയപരാജയങ്ങൾ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ ദിശയെ തന്നെ സ്വാധീനിക്കും. ദില്ലിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും ക്യാമറമാൻ രാജീവ് കനാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. പാനൂരിനടുത്ത് ചെണ്ടയാട് വരപ്രയിൽ 3 CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അശ്വന്ത്, രജിത്, അതുൽ എന്നിവർക്കാണ് വെട്ടേറ്റത്. BJP പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് CPIM നേതൃത്വം ആരോപിച്ചു. നവവത്സര ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നവരെ യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് CPIM നേതൃത്വം പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ഉടൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പ്രദേശത്ത് പോലീസ് കാവൽ ശക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട് നെന്മാറയിൽ പുതുവത്സര ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. നെന്മാറ കെട്ടേങ്കാട് സ്വദേശി സുജിത്താണ് മരിച്ചത്. എലവഞ്ചേരിയിൽ നടന്ന ആഘോഷത്തിനിടെയാണ് സംഭവം. ഒലവങ്കോട് കോപ്പറേറ്റീവ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയാണ് മരിച്ച സുജിത്ത്. പുതുവത്സരാഘോഷം മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ അത് പ്രധാനമായും ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയെ കത്തിക്കൽ ചടങ്ങ് തന്നെയാണ്. കൊച്ചിൻ കാർണിവലിന് സമാപനം കുറിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവത്സരത്തെ വരവേറ്റു. DJ പാർട്ടികളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കനത്ത പോലീസ് വലയത്തിലാണ് കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങൾ നടന്നത്. എങ്കിലും വർണ്ണാഭമായ ആഘോഷങ്ങളോടെ തന്നെയാണ് 2017 കൊച്ചി വരവേറ്റത്. കൊച്ചിയിലെ പുതുവത്സരാഘോഷം അതൊന്നും ഫ്രീക്കാ മച്ചാനെ. ഇത്തവണയും കളറിനും പൊളിക്കും കുറവൊന്നും ഉണ്ടായില്ല. പ്രധാന ആഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചി ബീച്ച് പരിസരത്തേക്ക് ഉച്ചയോടെ തന്നെ ജനപ്രവാഹം ആരംഭിച്ചു. ഓരോ വർഷവും പുതിയ രൂപത്തിലെത്തുന്ന കൂറ്റൻ പപ്പാഞ്ഞിയാണ് 12 മണിവരെ താരം. ഇത്തവണ ബിനാലെ കലാകാരന്മാരുൾപ്പെടുന്ന 20 അംഗ സംഘം 10 ദിവസത്തെ അധ്വാനത്തിനൊടുവിലൊരുക്കിയ 37 അടി നീളമുള്ള കൂറ്റൻ പപ്പാഞ്ഞി വൈകുന്നേരത്തോടെ ജനങ്ങൾക്ക് കാണാനായി. ആട്ടവും പാട്ടും കൂക്കുവിളികളും ആർപ്പുവിളികളും ഒക്കെയായി 2016 ദുഃഖങ്ങളെല്ലാം അവർ അറബിക്കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. 12 മണിയോടെ കൂറ്റൻ പാപ്പാഞ്ഞിയെ കത്തിച്ച് 2017 കൊച്ചി വരവേറ്റു. കൊച്ചിക്കാരുടെ പരമ്പരാഗത പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമാകാൻ എത്തിയവരിൽ പല പ്രമുഖരും വിദേശികളും സ്വദേശികളും ഒക്കെ ഉൾപ്പെട്ടിരുന്നു. പോയ വർഷത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ മുന്നൊരുക്കമാണ് കൊച്ചി പോലീസ് ഒരുക്കിയിരുന്നത്. ഫോർട്ട് കൊച്ചിയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്ന പോലീസ് 2000-ഓളം പോലീസുകാരെ നിരത്തിലിറക്കി സുരക്ഷ ശക്തമാക്കി. DJ പാർട്ടികളുടെ നിയന്ത്രണത്തിനൊപ്പം ആഘോഷങ്ങൾ 12:30 മണിക്ക് അവസാനിപ്പിക്കണമെന്ന പോലീസ് നിർദ്ദേശവും പാലിക്കപ്പെട്ടു. വൻകിട ഹോട്ടലുകളിൽ നടന്ന പുതുവത്സരാഘോഷങ്ങൾ പോലീസ് നിർദ്ദേശിച്ചതുപോലെ മങ്ങിയ വെളിച്ചത്തിലല്ല നടന്നത്. ക്ലബ്ബുകൾ, വായനശാലകൾ, സന്നദ്ധ സംഘടനകൾ, യുവാക്കളുടെ കൂട്ടായ്മകൾ അങ്ങനെ തുടങ്ങി ആഘോഷവേദികളിൽ ആയിരങ്ങൾ പങ്കെടുത്ത വർണ്ണാഭമായ പരിപാടികളോടെ തന്നെയാണ് മധ്യകേരളവും പ്രത്യേകിച്ച് കൊച്ചിയും 2017 വരവേറ്റത്. അലക്സ്, റാം മുഹമ്മദ്, കൊച്ചി. പാട്ടും നൃത്തവും വെടിക്കെട്ടുമൊക്കെയായി ആഘോഷപൂർവ്വമാണ് തലസ്ഥാനവാസികൾ പുതുവത്സരത്തെ വരവേറ്റത്. കോവളത്തും ശംഖുമുഖത്തും വർക്കലയിലുമാണ് പ്രധാന പരിപാടികൾ നടന്നത്. പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയെങ്കിലും ആഘോഷരാവിന്റെ മാറ്റ് ഒട്ടും കുറഞ്ഞില്ല. ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും ഉന്മാദം പുരണ്ട രാവ്. പാട്ടും നൃത്തവുമായി അടിച്ചുപൊളിച്ച് യുവതി യുവാക്കൾ. ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വെടിക്കെട്ടും കൂടിയായപ്പോൾ പുതുവത്സരം പൊടിപൊടിച്ചു. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കോവളം, ശംഖുമുഖം, തൈക്കാട് പോലീസ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിപാടികൾ അരങ്ങേറിയത്. തലസ്ഥാനത്തെ റിസോർട്ടുകളിലും സ്വകാര്യ ഹോട്ടലുകളിലും ഡിന്നർ പാർട്ടിയും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. വിദേശികൾ ഏറെ എത്തുന്ന കോവളത്തും വർക്കലയിലും വെടിക്കെട്ടും ചെണ്ടമേളവും ഒരുക്കിയിരുന്നു. രാത്രിയിൽ കടലിലിറങ്ങുന്നതിന് ലൈഫ് ഗാർഡും പോലീസും വിലക്കേർപ്പെടുത്തി. 4 സ്റ്റാർ വരെയുള്ള ബാറുകൾ അടച്ചതിനു ശേഷമുള്ള ആദ്യ പുതുവത്സരാഘോഷത്തിനായി പലരും സ്വകാര്യ ഹോട്ടലുകളെയും ഭവനങ്ങളെയുമാണ് മുഖ്യമായും ആശ്രയിച്ചത്. ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ ബിയറും വീര്യം കൂടിയ മദ്യവും റെക്കോർഡ് വിൽപ്പനയാണ് നടത്തിയത്. അടുപ്പിച്ച് അവധി ദിനങ്ങൾ കൂടിയെത്തിയതോടെ പുതുവത്സരം ആഘോഷിക്കാൻ ആബാലവൃദ്ധം ജനങ്ങൾ ഒഴുകിയെത്തി.
തിരുവനന്തപുരത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലും ആഘോഷങ്ങൾക്കൊട്ടും കുറവില്ലായിരുന്നു. റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് ആഘോഷം നടന്നത്. ജില്ലയിലെമ്പാടുമായി 2000-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കിയത്. ബിയർ പാർലറുകൾ സമയനിഷ്ഠ പാലിക്കുന്നുണ്ടോ എന്ന് പോലീസ് ഉറപ്പുവരുത്തി. ഉച്ചഭാഷിണികളുടെ പ്രവർത്തനം 10 മണിക്ക് അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിലും പലയിടത്തും പ്രാവർത്തികമായില്ല. പുതുവത്സരത്തെ വരവേൽക്കാനായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും ഒരുക്കി. ആഘോഷത്തോടെയും അതിലേറെ പ്രാർത്ഥനയോടെയുമാണ് ജനങ്ങൾ 2017 വരവേറ്റത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കഴിഞ്ഞ 16 വർഷമായി ശബരിമലയിൽ അനൗൺസ്മെന്റ് ജോലി ചെയ്യുകയാണ് ശ്രീനിവാസ് സ്വാമി. ബാംഗ്ലൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം ഉൾപ്പെടെ 5-ലധികം ഭാഷകളിലാണ് അനൗൺസ്മെന്റ് ചെയ്യുക. സൈനികനായിരുന്ന ഇദ്ദേഹം ഒരു ദൈവനിയോഗം പോലെയാണ് ശബരിമലയിലെത്തിയത്. കഴിഞ്ഞ 16 വർഷമായി ശ്രീനിവാസ് സ്വാമി ദേവസ്വം പബ്ലിക് റിലേഷൻ ഓഫീസിലെ അനൗൺസറാണ്. ശബരിമലയിലെത്തുന്ന കോടിക്കണക്കായ അയ്യപ്പ ഭക്തന്മാർക്ക് തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകുകയാണ് പ്രധാന ജോലി. മാതൃഭാഷ കന്നഡയാണെങ്കിലും സന്നിധാനത്തെ പബ്ലിക് റിലേഷൻ ഓഫീസിൽ നിന്നും 6 ഭാഷകളിൽ വളരെ ഭംഗിയായാണ് ഇദ്ദേഹം അറിയിപ്പുകൾ നൽകുന്നത്. ഞാനിവിടെ 17 കൊല്ലമായി സർവീസ് ചെയ്യാൻ തുടങ്ങി. ഞാനിവിടെ ആദ്യം വരാന സമയത്തിൽ ഇവിടെ ഭാഷയുടെ വളരെ പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ മിലിറ്ററിയിൽ ഒരു 5-6 കൊല്ലം സേവ ചെയ്തിരുന്ന ആളാണ്. ആ സമയത്തുള്ള എനിക്ക് കുറച്ച് എല്ലാ ഭാഷകളും പഠിക്കാൻ ഒരു ഇതായി. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സംശയങ്ങൾക്ക് നേരിട്ടും ഫോണിലൂടെയും മറുപടി നൽകുക. ശബരിമലയിൽ അറിഞ്ഞിരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ ആചാരാനുഷ്ഠാനങ്ങൾ അനൗൺസ് ചെയ്യുക. ഇതിലെല്ലാം ഉപരി കൂട്ടുപിരിഞ്ഞെത്തുന്നവരെ മൈക്ക് അനൗൺസ്മെന്റിലൂടെ കൂട്ടിയോജിപ്പിക്കുക തുടങ്ങിയവയാണ് വിവിധ ഭാഷാ അനൗൺസറായ ശ്രീനിവാസ് സ്വാമിയുടെ പ്രധാന ജോലി. BSF ജവാനായിരുന്ന സ്വാമി ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയായിരുന്നു. അതിനിടയിൽ എപ്പോഴോ ആണ് അയ്യപ്പനെ സേവിക്കാൻ ഇങ്ങനെയൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചതും. സന്നിധാനത്തെ വലിയ തിരക്കിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ വീണ്ടും ഒരുമിപ്പിക്കുക എന്ന ദൗത്യം ഈ 17ാം വർഷത്തിലും തുടരുകയാണ് ശ്രീനിവാസ സ്വാമി. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ. ജീവകാരുണ്യ സേവന മികവിന് പാലക്കാട് കുട്ടനാട് പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് തിരുവനന്തപുരം RCC കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്രയ വോളണ്ടിയർ ഓർഗനൈസേഷൻ പ്രസിഡന്റും കോർഡിനേറ്ററുമായ ശാന്ത ജോസിനെ തെരഞ്ഞെടുത്തു. 10,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ചേർന്നതാണ് പുരസ്കാരം. ജനുവരി 15-ന് പാലിയേറ്റീവ് ദിനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. പുതുവത്സര തലേന്ന് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ വേറിട്ട ആഘോഷം. കൊച്ചിയിൽ നടക്കുന്ന ഡിവൈഎഫ്ഐ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. മദ്യവും മയക്കുമരുന്നും പ്രശ്നപരിഹാരങ്ങൾക്കുള്ള മാർഗങ്ങളല്ലെന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്തണമെന്ന് കെ ശൈലജ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി നടന്ന നാടൻ പാട്ടുമേള ശ്രദ്ധേയമായി. പുതുവത്സരാഘോഷ തിമിർപ്പിൽ ലോകം മതിമറന്ന് ആഘോഷിക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട ആഘോഷം മറൈൻ ഡ്രൈവിൽ നടന്നത്. എറണാകുളം പുല്ലേപ്പടിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ യുവാവ് കൊലപ്പെടുത്തിയ 10 വയസ്സുകാരൻ റിസ്റ്റിയുടെ മാതാവ് ലഹരിക്കെതിരായ ദീപം തെളിയിച്ചു നൽകി. തുടർന്ന് ദീപശോഭയിൽ ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലി പരിപാടിക്ക് തുടക്കം കുറിച്ചു. മദ്യപാനം ഇന്ന് സ്റ്റാറ്റസ് സിംബലായി മാറിയിരിക്കുകയാണെന്നും ലഹരി ഉപയോഗത്തിനെതിരെ വലിയ യുദ്ധം തന്നെ നടത്തണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്യവേ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് മദ്യം യുക്തമല്ല എന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പ്രശ്നത്തെ നേരിടാൻ കഴിയുന്ന ഒരു സമൂഹത്തിന് മാത്രമേ മദ്യം വർജിക്കാൻ കഴിയുകയുള്ളൂ. ആരോഗ്യ വകുപ്പ് ഈ അമിത മദ്യപാനത്തിനെതിരായിട്ട് മദ്യവർജനത്തിന് വേണ്ടി ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിനും തുടരുന്നുണ്ട്. ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നാടൻ പാട്ടിന്റെ ചൂടും ചൂരും ശീലും വേഗവും DJ പാർട്ടികളെ വെല്ലുന്നതായി. ഭാവിയെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷ നൽകാൻ ഡിവൈഎഫ്ഐയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ അവസരമൊരുക്കുന്ന ആശംസ നേർന്നുകൊണ്ട് MK സാനു മാസ്റ്റർ പറഞ്ഞു. ജോൺ ഫെർണാണ്ടസ് MLA, GCDA ചെയർമാൻ NC മോഹനൻ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കൃഷ്ണൻകുട്ടി, ഡോക്ടർ KS ഡേവിഡ്, ഡിവൈഎഫ്ഐ നേതാക്കളായ S സതീഷ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, പ്രിൻസി കുര്യാക്കോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.